നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കരിങ്കൊടി കാണിച്ചു എന്നത് യാഥാർത്ഥ്യമാണെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. ആരോഗ്യമന്ത്രിക്ക് KSU പ്രവർത്തകരിൽ നിന്ന് കയ്യേറ്റം ഉണ്ടായിട്ടില്ലെന്നും സണ്ണി ജോസഫ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന് ചികിത്സ നൽകുന്നത് തുടരാൻ മെഡിക്കൽ ബോർഡ് തീരുമാനം. കഴുത്തിലേറ്റ ക്ഷതത്തിന്റെ ഭാഗമായി വലതു കൈയിലേക്കും തലയുടെ പിൻഭാഗത്തേക്കും പടരുന്ന വിധത്തിലുള്ള കടുത്ത വേദനയ്ക്ക് ഇപ്പോഴത്തെ ചികിത്സയിലൂടെ നേരിയ ആശ്വാസം ലഭിച്ചെന്നും മെഡിക്കൽ റിപ്പോർട്ട്. തലശ്ശേരി മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെ BJPയുടെ നേതൃത്വത്തിൽ സ്പീക്കറുടെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര മഹോത്സവത്തിന് ഫെബ്രുവരി 28-ന് തുടക്കമാകും. ഉത്സവം മാർച്ച് 7-ന് സമാപിക്കും. വാർത്തകൾ വിശദമായി. കരിങ്കൊടി കാണിച്ചു എന്നത് യാഥാർത്ഥ്യമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. കരിങ്കൊടി കാണിച്ചവരെ പോലീസ് വളഞ്ഞിട്ട് പിടിച്ചു. ആരോഗ്യമന്ത്രിയാണ് ഇങ്ങോട്ട് ആക്രോശിച്ചത്. ആരോഗ്യമന്ത്രിക്ക് KSU പ്രവർത്തകരിൽ നിന്ന് കയ്യേറ്റം ഉണ്ടായിട്ടില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് അക്രമം അഴിച്ചുവിട്ടത് ആരോഗ്യമന്ത്രിയാണ്. എന്ത് പരിക്കാണെന്ന് മന്ത്രി കാണിക്കട്ടെ, എല്ലാ അന്വേഷണത്തോടും സഹകരിക്കുമെന്നും വീണ ജോർജിൻ്റേത് അഭിനയമാണോ എന്ന് ജനം വിലയിരുത്തണമെന്നും സണ്ണി ജോസഫ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആരോഗ്യമന്ത്രിക്കെതിരെ KSU പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ്. കരിങ്കൊടി കാണിച്ച KSU പ്രവർത്തകരെ അപ്പോൾ തന്നെ പോലീസ് വളഞ്ഞിട്ട് പിടിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിച്ചത്. KSU പ്രവർത്തകർ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. പോലീസ് അതിൻ്റെ 10 ഇരട്ടിയോളം പോലീസ് ഉണ്ടായിരുന്നു. അവർ KSU പ്രവർത്തകരെ വളഞ്ഞിട്ട് പിടിച്ചു. ആരോഗ്യമന്ത്രിയാണ് സത്യത്തിൽ ആക്രോശിച്ചുകൊണ്ട് KSU പ്രവർത്തകരെ കൈകാര്യം ചെയ്യണമെന്ന് പോലീസിനോട് പറഞ്ഞത്. അപ്പോൾ പോലീസ്, വനിതാ പോലീസും പുരുഷ പോലീസുകാരും ആരോഗ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ്, അവരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും അവരെ പിടിച്ചത്. അതാണ് ഞങ്ങൾക്കെല്ലാം ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് കാണാൻ സാധിച്ചത്. ആരോഗ്യമന്ത്രിക്ക് KSU പ്രവർത്തകരാരും യാതൊരു തരത്തിലുള്ള കയ്യേറ്റമോ ആരോഗ്യമന്ത്രിയുടെ നേരെ കയ്യേറ്റമോ അക്രമമോ ഉണ്ടായിട്ടില്ല. യാതൊരു പരിക്കും പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു കയ്യേറ്റം ഉണ്ടായിരുന്നെങ്കിൽ ശരീരം കൈകൊണ്ടോ കാലുകൊണ്ടോ അല്ലെങ്കിൽ ഇനി കൊടി കെട്ടുന്ന വടി കൊണ്ടോ എന്തെങ്കിലും ഒരു ഉപകരണം കൊണ്ടോ അവരുടെ ദേഹത്ത് ആരെങ്കിലും സ്പർശിച്ചതായിട്ട് ഒരു വീഡിയോയിലും കാണാൻ സാധിക്കുന്നില്ല. എല്ലാവരും കൃത്യമായിട്ട് മാധ്യമങ്ങൾ അത് ഒപ്പിയെടുത്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ദേഹത്ത് പരിക്കൊന്നും കാണിച്ചിട്ടില്ല. കഴുത്തിലിങ്ങനെ പിടിക്കുന്നതായിട്ട് കണ്ടു. അത് വാസ്തവവിരുദ്ധമായ ഒരു കാര്യം കെട്ടിച്ചമച്ച് അവരാണ് സത്യത്തിൽ അക്രമം അഴിച്ചുവിട്ടത്. ഇന്നലെ DCC ഓഫീസ് ആക്രമിച്ചത് കണ്ണൂർ ജില്ലയിലെ മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ അറിവോടെയാണ്. ആരോഗ്യ വകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും ഉയരുന്ന ശക്തമായ പ്രതിഷേധത്തെ തടയുന്നതിന് വേണ്ടി കെട്ടിച്ചമച്ച ഒരു കള്ളപ്രചരണമാണിത്. അത് ജനങ്ങള് തള്ളിക്കളയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജിന് ചികിത്സ നൽകുന്നത് തുടരാൻ മെഡിക്കൽ ബോർഡ് തീരുമാനം. കഴുത്തിലേറ്റ ക്ഷതത്തിന്റെ ഭാഗമായി വലതു കൈയിലേക്കും തലയുടെ പിൻഭാഗത്തേക്കും പടരുന്ന വിധത്തിലുള്ള കടുത്ത വേദനയ്ക്ക് ഇപ്പോഴത്തെ ചികിത്സയിലൂടെ നേരിയ ആശ്വാസം ലഭിച്ചെന്നും മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ RPF പരിശോധിച്ചതിൽ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ ലഭിച്ചില്ല. മന്ത്രി വീണ ജോർജിനെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ കിട്ടിയിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ RPF പരിശോധിച്ചു. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലാണ് വീണ ജോർജിനെ വിദഗ്ധ പരിശോധന നടത്തിയത്. ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് മന്ത്രിയെ പരിയാരത്ത് എത്തിച്ചത്. MRI സ്കാനിംഗ് ഉൾപ്പെടെ നടത്തി ആവശ്യമായ ചികിത്സ നൽകണമെന്നാണ് മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചത്. KSU പ്രവർത്തകർ കഴുത്തിനിടിക്കുകയും കൈപിടിച്ച് തിരിക്കുകയും ചെയ്തു എന്ന പരാതിയിലാണ് മന്ത്രിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ട് പ്രവേശിപ്പിച്ചത്. ഇന്നലെ വൈകിട്ട് മുതൽ 5.5 മണിക്കൂർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞ മന്ത്രിയെ രാത്രി കൂടുതൽ പരിശോധനകൾക്കായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചെന്ന കേസിൽ 5 KSU പ്രവർത്തകർ റിമാൻഡിലാണ്. ഇന്നലെ രാത്രിയാണ് വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ, അഹമ്മദ് യാസീൻ, CH മുബാസ്, PV അക്ഷയ്, ബിദുൽ ബാലൻ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്ത KSU പ്രവർത്തകരെ റെയിൽവേ പോലീസിനെ കൈമാറുകയായിരുന്നു. AKG ആശുപത്രിക്ക് മുന്നിൽ
വെച്ച് കരിങ്കൊടി കാണിച്ച 6 യൂത്ത് ലീഗ് പ്രവർത്തകരെയും റിമാൻഡ് ചെയ്തു. മന്ത്രി വീണ ജോർജിന്റെ വാഹനത്തിന് മുന്നിലെ ഫ്ളാഗ് പോസ്റ്റ് നശിപ്പിച്ചതുൾപ്പെടെ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ ഷിനാജ്, ട്രഷറർ ഷബീർ എടയന്നൂർ, സെക്രട്ടറി അഷ്കർ കണ്ണാടിപ്പറമ്പ, ജാബിർ, നിസാം, നിഹാൽ ഇരിക്കൂർ എന്നിവരാണ് റിമാൻഡിലായത്. തലശ്ശേരി മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ സ്പീക്കറുടെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സ്പീക്കറുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ ന്യൂമാഹി CI AV ദിനേശിന്റെ നേതൃത്വത്തിൽ മാർച്ച് പോലീസ് തടഞ്ഞു. അല്പനേരം പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു. തലശ്ശേരി മണ്ഡലത്തിലെ വികസന മുരടിപ്പിനും ഇടതുപക്ഷ ജനവഞ്ചനയ്ക്കെതിരെയുമാണ് BJP തലശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്പീക്കർ അഡ്വക്കേറ്റ് N. ഷംസീറിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഓഫീസ് പരിസരത്ത് വെച്ച് തലശ്ശേരി CIയുടെ ചുമതല വഹിക്കുന്ന MV ദിനേശിന്റെ നേതൃത്വത്തിൽ പോലീസ് ബാരിക്കേഡുകൾ ഉയർത്തി മാർച്ച് തടഞ്ഞു. BJP സംസ്ഥാന സമിതി അംഗം O. നിതീഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിന്റെ മുന്നിൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് മുൻപിൽ തലകുലിച്ച് നിൽക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടുപോയിട്ടുള്ളതിന്റെ ഉത്തരവാദിത്വം അത് കേരളത്തിന്റെ ഭരണം കൈയാളിയിട്ടുള്ള പിണറായി വിജയൻ സർക്കാരിനാണ്. നമുക്കറിയാം എന്തൊക്കെ പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങളാണോ ഈ കേരളത്തിന്റെ മുന്നിലേക്ക് വച്ചിട്ടുള്ളത്. നമുക്കറിയാം കഴിഞ്ഞ നവംബർ 1-ാം തീയതി ഈ കേരളത്തിലെ സാധാരണക്കാരന്റെ പട്ടിണി മാറ്റി എന്ന അവകാശപ്പെട്ടില്ലേ കേരളത്തിന്റെ ഗവൺമെന്റ്. ഇവിടെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായിട്ട് കേരളം പ്രഖ്യാപിച്ചു. കേരളത്തിലെ പട്ടിണി അവസാനിച്ചുവെന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തോട്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? കേരളത്തിലെ മുഴുവൻ കാര്യം സൂചിപ്പിക്കണ്ടല്ലോ. ഇവിടെ ലിജേഷ് സൂചിപ്പിച്ചില്ല. ഇവിടെ അടുത്ത് ഇവിടുത്തെ കേരളത്തിന്റെ നിയമസഭയിലെ സ്പീക്കറായിട്ടുള്ള ഷംസീറിന്റെ മൂക്കിന് താഴെ പെട്ടിപ്പാലത്ത് നമുക്കൊന്ന് പോയാൽ കാണാൻ സാധിക്കില്ല. എനിക്ക് മുന്നിലിരിക്കുന്ന പത്രക്കാരുടെ എത്രയോ റിപ്പോർട്ട് അത് സാധൂകരിക്കുന്നില്ല. നമ്മുടെ തലശ്ശേരിയിലും പാവങ്ങൾ ഉണ്ടോ എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? എന്നിട്ടാണ് ഗവൺമെന്റ് പണിയില്ലാത്ത ജനങ്ങളുടെ കേരളത്തിലെന്ന് അവകാശപ്പെടുന്നത്. അതുകൊണ്ട് ഈ പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങൾ കേരള ഗവൺമെന്റ് പറയുന്നത് അവസാനിപ്പിക്കണം. PR ഏജൻസിക്ക് മുൻപിൽ PR ഏജൻസിക്ക് പണം കൊടുത്തുകൊണ്ട് നടക്കുന്ന ഈ രാഷ്ട്രീയ നാടകമുണ്ടല്ലോ, അത് കേരളം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇടതുപക്ഷം പല കാര്യങ്ങളും മറക്കുന്നു. ഇടതുപക്ഷ നേതാക്കന്മാർക്കും അവരുടെ അണികൾക്കും മറവി രോഗം പിടിപെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എല്ലാവർക്കും അൽഷിമേഴ്സ് ആണ്. ഇവർ പലതും പറഞ്ഞില്ലേ. BJP മണ്ഡലം പ്രസിഡന്റ് K. ലിജേഷ് അധ്യക്ഷനായി. BJP കതിരൂർ മണ്ഡലം പ്രസിഡന്റ് O. സന്തോഷ് സ്വാഗതം പറഞ്ഞു. MB സുമേഷ്, അഡ്വക്കേറ്റ് മിലി ചന്ദ്ര എന്നിവർ സംസാരിച്ചു. രാമകൃഷ്ണ മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ സ്ത്രീകളടക്കം നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കോടിയേരി കല്ലിൽ താഴെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു. ബുധനാഴ്ച രാത്രി 10:30 ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായത്. സംഭവത്തിന് പിന്നിൽ CPM ആണെന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. ഓഫീസിന്റെ വാതിൽ പൊളിച്ച് അകത്ത് കിടന്ന അക്രമി സംഘം അകത്തുണ്ടായിരുന്ന സാധന സാമഗ്രികൾക്ക് തീയിടുകയായിരുന്നു. കോടിയേരി കല്ലിൽ താഴെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസാണ് കത്തിച്ചത്. സംഭവത്തിന് പിന്നിൽ CPM ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ ഭരണപരാജയം മറച്ചുപിടിക്കാനും
ആരോഗ്യ വകുപ്പിൻ്റെ കുത്തഴിഞ്ഞ സംവിധാനത്തെ ജനങ്ങളെ മുമ്പിൽ പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത നിലയിലേക്ക് മന്ത്രിമാർ പരാജയപ്പെടുന്നിടത്ത് കൃത്രിമമായി വ്യാജ വാർത്തയുണ്ടാക്കി ഇന്നലെ കണ്ണൂരിൽ അരങ്ങേറിയ നാടകം കേരളത്തിൽ അക്രമവും കലാപവും ഉണ്ടാക്കാൻ പിണറായി വിജയൻ ഉപയോഗപ്പെടുത്തിയെന്നത് ഏറെ ദുഃഖകരവും അപലനീയവുമാണ്. അക്രമം കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയെയും കോൺഗ്രസിനെയും തകർക്കാം, തടയാം എന്ന് പിണറായി വിജയൻ കരുതുന്നുവെങ്കിൽ അത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മൗഢ്യമായ തീരുമാനമാണ് എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. കുറ്റം ചെയ്യുന്നതിന് പകരം യേശുവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ 4 പേർ കണ്ണൂരിൽ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചപ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ വാർത്താ മാധ്യമങ്ങളും അത് പൂർണ്ണമായ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തരത്തിലും അതിലൂടെ അടുത്തേക്ക് പോലും ആ പ്രവർത്തകന്മാർ എത്തിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായിരിക്കെ തന്നെ ആക്രമിച്ചു എന്ന് തലശ്ശേരി MLA ഷംസീർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒത്താശയോടെ പിണറായി വിജയൻ്റെ ഫോൺ കോളോടെ ആശുപത്രിയിലേക്ക് എന്നതാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസം രാത്രി 10:30യോടെയാണ് ഓഫീസിനു നേരെ അക്രമം നടന്നത്. ഓഫീസിന്റെ വാതിൽ പൊളിച്ച് അകത്ത് കടന്ന അക്രമി സംഘം തീയിടുകയായിരുന്നു. തലശ്ശേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഓഫീസിൽ സൂക്ഷിച്ച ഫയലുകൾ, ദേശീയ പതാക, പാർട്ടി കൊടികൾ എന്നിവ കത്തി നശിച്ചു. ഓഫീസിലെ ടെലിവിഷനും താഴേക്കെറിഞ്ഞ നിലയിലാണ്. കെട്ടിടത്തിന്റെ മേൽക്കൂര കത്തി ചാമ്പലായി. ചുവരുകളിൽ നിന്നും സിമന്റുകൾ അടർന്നു വീണു. ഫർണിച്ചറുകളും നശിച്ചിട്ടുണ്ട്. ഏകദേശം 5 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. സംഭവത്തിൽ KPCC അംഗം വി രാധാകൃഷ്ണൻ മാസ്റ്റർ, DCC സെക്രട്ടറി VC പ്രസാദ്, UDF മണ്ഡലം ചെയർമാൻ K ഖാലിദ് മാസ്റ്റർ, P ദിനേശൻ, അനീഷ് ബാബു, CP പ്രസിൽ ബാബു, TP പ്രേമനാഥൻ മാസ്റ്റർ, TH നാരായണൻ, E വിജയകൃഷ്ണൻ, K ജയരാജൻ, V ദിവാകരൻ മാസ്റ്റർ, TP സുരേന്ദ്രൻ, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ദീപ സുരേന്ദ്രൻ, ഷീബ പ്രസിൽ ബാബു, VK സുചിത്ര, KSU കോടിയേരി മണ്ഡലം പ്രസിഡന്റ് MK അനിരുദ്ധ് തുടങ്ങിയ നേതാക്കൾ സന്ദർശിച്ചു. ജില്ലയിൽ 1681 കുടുംബങ്ങൾ കൂടി ഭൂമിയുടെ അവകാശികളായി. ജില്ലാതല പട്ടയമേളയിൽ 1431 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും 132 കൈവശ രേഖകളും 64 ലാൻഡ് ട്രിബ്യൂണൽ ദേവസ്വം പട്ടയങ്ങളും 52 ലക്ഷം വീട് പട്ടയങ്ങളും 2 മിച്ചഭൂമി പട്ടയങ്ങളും ഉൾപ്പെടെ 1681 പട്ടയങ്ങൾ വിതരണം ചെയ്തു. തൃശൂരിൽ നടന്ന സംസ്ഥാനതല പട്ടയമേളയുടെ ഭാഗമായാണ് ജില്ലാതല പട്ടയമേള സംഘടിപ്പിച്ചത്. ജില്ലയിൽ 1681 കുടുംബങ്ങൾക്കാണ് പുതുതായി പട്ടയം നൽകിയത്. 1431 ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങളും 132 കൈവശരേഖകളും 64 ലാൻഡ് ട്രൈബ്യൂണൽ ദേവസ്വം പട്ടയങ്ങളും 52 ലക്ഷം വീട് പട്ടയങ്ങളും 2 മിച്ചഭൂമി പട്ടയങ്ങളും ഉൾപ്പെടെ 1681 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. തൃശൂരിൽ നടന്ന സംസ്ഥാനതല പട്ടയമേളയുടെ ഭാഗമായാണ് ജില്ലാതല പട്ടയമേള സംഘടിപ്പിച്ചത്. പട്ടയമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ വലിയൊരു വിഭാഗം കുടുംബങ്ങൾക്കാണ് ഈ പറയുന്ന ഗുണം ലഭിച്ചിട്ടത് എന്ന് നമ്മൾ കാണുന്നു. ഇപ്പോൾ 5 ലക്ഷം വീടുകൾ, 5 ലക്ഷത്തോളം പട്ടയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് ഒരു കുടുംബത്തിൽ 4 പേരെന്ന് കണക്കാക്കിയാൽ കേരളത്തിൽ 40 ലക്ഷത്തോളം ആളുകൾക്ക് ഈ രണ്ടിൻ്റെ തന്നെ ഗുണഫലങ്ങൾ ലഭിച്ചു എന്ന് കാണാൻ സാധിക്കും. എല്ലാ ഗുണഫലങ്ങളുടെയും പട്ടിക ഞാൻ ഇവിടെ നിന്നില്ല, അത് നിങ്ങളുടെ എല്ലാം മനസ്സിലുള്ളതാണ്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പലരും ഇന്നതിന് ഇത്രയുണ്ടല്ലോ എന്നെല്ലാം മനസ്സിൽ കണക്കൂട്ടുന്നുണ്ടാവും. ആ ഒരവസ്ഥ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞത് നമ്മുടെ സംസ്ഥാനത്ത് ബദൽ നയം നടപ്പാക്കുന്ന LDF അധികാരത്തിലുണ്ടായി എന്നുള്ളതുകൊണ്ടാണ്. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ ഓൺലൈനായി അധ്യക്ഷനായി. കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന പട്ടയമേളയിൽ KV സുമേഷ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ജില്ലാ കളക്ടർ അരുൺ K വിജയൻ, ADM കലാഭാസ്കർ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ KK ബിന്നി, LR ഡെപ്യൂട്ടി കളക്ടർ ബെന്നി സെബാസ്റ്റ്യൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ M പ്രകാശൻ മാസ്റ്റർ, CP സന്തോഷ് കുമാർ, ജോയി കൊന്നക്കൽ, രാകേഷ് മന്തമ്പേത്ത്, PC അശോകൻ, രതീഷ് ചിറക്കൽ എന്നിവർ സംസാരിച്ചു.
തലശ്ശേരി ശ്രീ ജഗന്നാഥ ക്ഷേത്ര മഹോത്സവം ഫെബ്രുവരി 28 മുതൽ മാർച്ച് 7 വരെ നടക്കും. 28-ന് രാത്രി 10:55-ന് ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന്റെ കൊടിയേറ്റം നടക്കുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജഗന്നാഥ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹോത്സവത്തിന് ശനിയാഴ്ച രാത്രി 10:55-ന് കൊടിയേറും. കൊടിയേറ്റ കർമ്മത്തിന് ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന സന്ദേശം മാനവലോകത്തിന് പകർന്നു നൽകിയ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നിർവഹിച്ച ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനങ്ങളും കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. സാംസ്കാരിക സമ്മേളനങ്ങളിൽ സന്യാസി ശ്രേഷ്ഠന്മാർ, മന്ത്രിമാർ, സ്പീക്കർ, പ്രമുഖ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ, പോലീസ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുക്കും. 10:55 മണിക്കാണ് ബ്രഹ്മശ്രീ രാകേഷ് തന്ത്രി ആണ് കൊടിയേറ്റം നടത്തുന്നത്. നമ്മൾ സാധാരണ എല്ലാ ഉത്സവത്തിലും ചെയ്യാറുള്ളത് പോലെ, ഉത്സവത്തിൻ്റെ ഭാഗമായി ചെയ്യാറുള്ളത് പോലെ നല്ല സാംസ്കാരിക സമ്മേളനം പ്രഗത്ഭരായിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ മേഖലയിലുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ സാധാരണ കാലങ്ങളിലെല്ലാം ജഗന്നാഥ ക്ഷേത്ര സമ്മേളനത്തിൻ്റെ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഭാഗമാകാറുണ്ട്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം സമൂഹത്തിലുള്ള ഉന്നത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തികളെ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ശിവഗിരി സന്യാസിമാർ ഉൾപ്പെടെയുള്ള വ്യക്തികൾ, മന്ത്രിമാർ, സ്പീക്കർ ഉൾപ്പെടെയുള്ള വ്യക്തികൾ ആ സാംസ്കാരിക സമ്മേളനത്തിൽ ഉണ്ടാവും. സാംസ്കാരിക സമ്മേളനത്തിൻ്റെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ ദിവസം 1/3/2026 നമ്മൾ സാംസ്കാരിക സമ്മേളനം തുടങ്ങുന്നത്. 28 ഉത്സവം തുടങ്ങും. പിറ്റത്തെ ദിവസം തുടങ്ങിയിട്ടാണ് സാധാരണ സാംസ്കാരിക സമ്മേളനം തുടങ്ങുന്നത്. അന്ന് ശിവഗിരിയിലുള്ള സന്യാസി ശ്രീമദ് അഭിയാനന്ദ സ്വാമികൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കും. സ്പീക്കറുണ്ട്. പിന്നെ രണ്ടാമത്തെ ദിവസം സ്വാമി ഗുരുരത്നം ജാനതപസി അവരാണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. ഉദ്ഘാടനം നടത്തുന്നത് മുൻ ഗോവ ഗവർണർ ശ്രീധരൻ പിള്ള അവர்களാണ്. ക്ഷേത്രത്തിൽ സ്ഥാപിക്കപ്പെട്ട ഗുരുവിന്റെ പഞ്ചലോഹ പ്രതിമയ്ക്ക് 99 വർഷം പിന്നിടുകയാണ്. അടുത്ത വർഷം 100 വർഷം തികയും. ശതവാർഷികാഘോഷം 1 വർഷം നീളുന്ന പരിപാടികളോടെ സംഘടിപ്പിക്കാനാണ് തീരുമാനം. ഇതിന്റെ പ്രഖ്യാപനം ഉത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ നടത്തും. മാർച്ച് 12-ന് വിഗ്രഹപ്രതിഷ്ഠ ശതാബ്ദി വിളംബര ഘോഷയാത്രയും നടത്തും. 13-ന് വിഗ്രഹപ്രതിഷ്ഠാ ദിനവും ആചരിക്കും. ഈ വർഷത്തെ ഉത്സവം മാർച്ച് 7-ന് ആറാട്ടോടെ സമാപിക്കും. മഹാഗുരുവിന്റെ പ്രതിമ തലശ്ശേരിയിൽ സ്ഥാപിച്ചിട്ട് 100 വർഷം തികയുന്ന ഈ കാലഘട്ടം ഗുരു സന്ദേശങ്ങൾ ലോകമാകെ പ്രചരിപ്പിക്കുകയും അതിൻ്റെ എല്ലാം ഗുണഫലങ്ങൾ നമ്മളെല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, അതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഈ സുപ്രധാനമായ ഗുരുവിൻ്റെ പഞ്ചലോഹ പ്രതിമയുടെ ശതാബ്ദി ആഘോഷം 2027 അടുത്ത വർഷം മാർച്ച് 13-ന് 100 വർഷം തികയുന്ന പഞ്ചലോഹ പ്രതിമയുടെ ഗുരുവിൻ്റെ പ്രതിമ ശിവഗിരി കഴിഞ്ഞാൽ ഗുരു ജീവിച്ചിരിക്കുമ്പോൾ തലശ്ശേരിയിലാണ് ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല ഗുരു കൊളംബോയിൽ വെച്ച് ഈ പ്രതിമ നേരിട്ട് കാണുകയും അങ്ങനെയാണ് ഇറ്റലിയിലെ ഇറ്റാലിയൻ ശില്പിയായ തവറലി ഇറ്റലിയിൽ നിന്ന് നിർമ്മിച്ച ഈ പഞ്ചലോഹ പ്രതിമ. ഒരുപക്ഷെ ലോകത്തിലെവിടെയും അങ്ങനെ ഒരു പ്രതിമ ഉണ്ടായിട്ടില്ല. വാർത്താ സമ്മേളനത്തിൽ മഹോത്സവ കമ്മിറ്റി ജനറൽ കൺവീനറും ജ്ഞാനോദയ യോഗം പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് കെ സത്യൻ, സാംസ്കാരിക കമ്മിറ്റി കൺവീനർ പൊയിലൂർ രവീന്ദ്രൻ, ജ്ഞാനോദയ യോഗം ഡയറക്ടർ സി ഗോപാലൻ, വി കെ കുമാരൻ, എം വി രാജീവൻ, ടി സി ദിലീപ്, കെ സി അജിത് കുമാർ, അരയാക്കണ്ടി കുഞ്ഞിരാമൻ, ടി പി ഷിജു എന്നിവർ പങ്കെടുത്തു. തലശ്ശേരി നഗരത്തിൽ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്ന സംഭവത്തിൽ നടപടിയുമായി ഒടുവിൽ വാട്ടർ അതോറിറ്റി വകുപ്പ്. ബുധനാഴ്ച രാവിലെ മുതലാണ് തലശ്ശേരി ടൗൺ ഹാളിന് സമീപം സംസ്ഥാന പാതയിലൂടെ കടന്നുപോകുന്ന പ്രധാന കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം റോഡിലൂടെ ഒഴുകിയത്. ജലവിതരണ വകുപ്പ് അതോറിറ്റി അറിയിച്ചിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് സമീപത്തെ വ്യാപാരികൾ ആക്ഷേപം ഉയർത്തിയിരുന്നു. കുടിവെള്ളം ആർക്കും പ്രയോജനമില്ലാതെ പാഴാകുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അറ്റകുറ്റപ്പണിയുമായി വാട്ടർ അതോറിറ്റി രംഗത്തെത്തിയത്.
ബുധനാഴ്ച രാവിലെ മുതൽ തുടങ്ങിയ പൈപ്പ് പൊട്ടൽ കാരണം വലിയ തോതിൽ ജലനഷ്ടമുണ്ടായി. റോഡിലൂടെ ഒഴുകുന്ന വെള്ളം ബൈക്ക് യാത്രക്കാർക്കടക്കം ഗതാഗത തടസ്സവും സൃഷ്ടിച്ചിരുന്നു. കടുത്ത ചൂടിനെ തുടർന്ന് ജലസ്രോതസ്സുകൾ വറ്റിപ്പോകുന്ന സാഹചര്യത്തിൽ ഓരോ തുള്ളിവെള്ളവും സംരക്ഷിക്കേണ്ടത് അനിവാര്യമായ സാഹചര്യത്തിലാണ് നഗരമധ്യത്തിൽ തന്നെ കുടിവെള്ളം പാഴാകുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. പ്രധാന പൈപ്പ് ലൈൻ തകരാറിലായ വിവരം ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ അടിയന്തര പരിഹാര നടപടികൾ ആരംഭിച്ചിട്ടില്ലെന്നും സമീപത്തെ വ്യാപാരികളും യാത്രക്കാരും ആരോപിച്ചിരുന്നു. ഇക്കാര്യം ഞങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അറ്റകുറ്റപ്പണിയുമായി വാട്ടർ അതോറിറ്റി രംഗത്തെത്തിയത്. തലശ്ശേരി നഗരസഭാ പരിധിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും സംസ്ഥാന കലാകായിക ശാസ്ത്രമേളകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി നഗരസഭാ പരിധിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും സംസ്ഥാന കലാകായിക ശാസ്ത്രമേളകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറിയിൽ തന്നെ പഠിക്കുന്ന ടീമംഗമായിട്ടുള്ള ടീമിലും സ്റ്റേറ്റ് ബാസ്കറ്റ്ബോൾ ടീമിലും തലശ്ശേരി നഗരത്തിലെ വിദ്യാർത്ഥികളാണെന്ന് സൂചിപ്പിക്കുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു. തലശ്ശേരി നഗര സമ്പത്താണ് ഭാവി തലശ്ശേരിക്ക് വേണ്ടി ഇത്രമാത്രം വിദ്യാർത്ഥികളുണ്ട് എന്നുള്ളത് തന്നെ തലശ്ശേരി പൊതുവായ തലശ്ശേരി നഗരത്തിന് അഭിമാനിക്കാൻ വകയുണ്ട്. പൊതുവായി നമ്മുടെ നാട്ടുപുറത്തല്ല ഇന്ന് അംഗനവാടിയുടെ കടന്നുവരവോടുകൂടി വലിയ രീതിയിൽ കലാകാരികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ചയുടെ ഒരു ചുവടുവെപ്പ് തന്നെയാണ് ഈ വിദ്യയിൽ പ്രതിഫലിച്ചു എന്നൊരു അഭിപ്രായമുണ്ട്. മുൻപ് കാലത്തൊന്നും ഇതേപോലെ സ്കൂൾ തലങ്ങളിലോ ഹയർ സെക്കൻഡറി സ്കൂൾ തലങ്ങളിലോ ഇത്രമാത്രം കലാകാരികൾ പ്രതിഭകളും സൃഷ്ടിക്കപ്പെടുന്ന അപൂർവമാണ്. പുതിയ കാലം അതാകെ മാറ്റിമറിച്ചുകൊണ്ട് വലിയ രീതിയിൽ സാംസ്കാരിക രംഗത്തും കലാരംഗത്തും കായിക രംഗത്തെല്ലാം പുതിയ പ്രതിഭകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രതിഭകൾ സൃഷ്ടിക്കുന്നതിന് വലിയ പങ്ക് രക്ഷിതാക്കൾക്കും അവിടെ പങ്കെടുത്ത ഓരോ രക്ഷിതാക്കൾക്കും അതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. തലശ്ശേരി നഗരത്തിൻ്റെ ഭാഗമായി രക്ഷിതാക്കൾ അഭിനന്ദിക്കുകയാണ്. മറ്റൊന്ന് സ്കൂൾ തലത്തിൽ ഇടപെടൽ പ്രിൻസിപ്പൽ മാസ്റ്റർ ഉൾപ്പെടെ എല്ലാ ടീച്ചർമാരും തൻ്റെ സ്കൂളിലെ കുട്ടികളെ കലാപ്രതിഭകളാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി വലിയ പങ്കുവഹിക്കുന്നുണ്ട്. വൈസ് ചെയർപേഴ്സൺ വി സതി അധ്യക്ഷയായി. നഗരസഭാ സെക്രട്ടറി സുരേഷ് കുമാർ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ അഷ്റഫ്, ഭാരതി ടീച്ചർ സ്മിത, COT ഷബീർ, തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ശകുന്തള, ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സരസ്വതി ടീച്ചർ എന്നിവർ സംസാരിച്ചു. വിജയികളായ പ്രതിഭകൾക്ക് ചെയർപേഴ്സൺ സമ്മാനദാനവും നടത്തി. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹെൻറി മാസ്റ്റർ സ്വാഗതവും VP സുരേഷ് ബാബു മാസ്റ്റർ നന്ദിയും പറഞ്ഞു. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഊർജ്ജ മേഖലയിലെ മാറ്റങ്ങളും വൈദ്യുതി വികസനവും സംബന്ധിച്ച് കൂത്തുപറമ്പ് മണ്ഡലത്തിൽ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. പത്തലായി കുഞ്ഞിക്കണ്ണൻ സ്മാരക റൂറൽ ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടി KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഊർജ്ജ മേഖലയിലെ മാറ്റങ്ങളും വൈദ്യുതി വികസനവും സംബന്ധിച്ച് കൂത്തുപറമ്പ് മണ്ഡലത്തിലെ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. മാറ്റമായി വൈദ്യുതി പോയി അറിഞ്ഞാൽ ഉടൻ അല്ലെങ്കിൽ അറിയിച്ചാൽ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് പരമാവധി വലിയ കാലവർഷം ഉണ്ടാകുമ്പോൾ നഗരലോകത്തിന് പൊട്ടിപ്പിടാൻ സാധിക്കില്ല എന്നേ ഉള്ളൂ. എന്നാലും കുറച്ച് സമയമെടുത്ത് അതിന് മറ്റ് ലൈനുകൾ ഓഫാക്കി മറ്റു ലൈനുകൾ തുറന്നുപിടിച്ചുള്ള സംവിധാനം കൊണ്ട് തന്നെ നല്ല ജീവനക്കാരൻ, പ്രത്യേകിച്ച് ജീവനക്കാരെന്ന് ഞാൻ പറയുന്നത് ഉദ്യോഗസ്ഥന്മാരെക്കാട്ടും സുഖമായിട്ട് നല്ല ജീവനക്കാരൻ. ആ ജീവനക്കാർ പോസ്റ്റിനെ മുകളിൽ കയറി മുറിച്ച് ചിലപ്പോൾ ഞാനും ഉണ്ടാകുന്നുണ്ട്. രാത്രിയൊക്കെ തന്നെയാകുമ്പോൾ ഞാൻ ചെന്നു അവർക്കൊരു ആശ്വാസമാണ്. അവിടെ എന്തെങ്കിലും ചായയോ കാപ്പിയോ അല്ലെങ്കിൽ കഞ്ഞിയോടോ എന്തെങ്കിലും കുടിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കൂത്തുപറമ്പ് നഗരസഭാ ചെയർമാൻ V ഷിജിത്ത് അധ്യക്ഷനായി. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ അംഗം T ഷമ്മി വിഷയാവതരണം നടത്തി. കൺസ്യൂമർ ക്ലിനിക് സബ് കമ്മിറ്റി കൺവീനർ AP വിജേഷ് സ്വാഗതവും ഏരിയ കൺവീനർ KT ലിബീഷ് നന്ദിയും പറഞ്ഞു.
സൗത്ത് കൂത്തുപറമ്പ് UP സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ സജ്ജീകരിച്ചു. KP മോഹൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 3,83,525 രൂപ ചെലവഴിച്ചാണ് ക്ലാസ് റൂം നിർമ്മിച്ചത്. ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം KP മോഹൻ MLA നിർവഹിച്ചു. സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം KP മോഹനൻ MLA നിർവഹിച്ചു. നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വായനാ രംഗത്ത് മികവുകൊണ്ട് മുന്നോട്ട് പോയി. ഇവിടെയും അടുത്ത ഒരു വർഷത്തിനിടയ്ക്ക് വായനാ മത്സരം സംഘടിപ്പിച്ചു. ഈ വിദ്യാർത്ഥികൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 3 വിദ്യാർത്ഥികൾ വെച്ചുകൊണ്ട് മണ്ഡലതലത്തിൽ വായനാ മത്സരം സംഘടിപ്പിച്ചു. അവർക്ക് നല്ല സമ്മാനമുണ്ട്. LP, UP, അലോട്ട്മെന്റ് ഹൈസ്കൂൾ ഇതൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ഇന്ന് നല്ല വിവരമുള്ള കുട്ടികളാണ്. പഴയ കാലങ്ങൾ വ്യത്യസ്തമാണ്. എല്ലാ കാര്യങ്ങളിലും ഇടപെടും, ഏത് കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കും, എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ ശ്രമിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഇന്ന് AI രംഗമാണ്. അതിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമാണ്. പക്ഷെ അതേസമയം അത് മാത്രം എന്ന രൂപത്തിൽ പോകാൻ പാടില്ല. PTA പ്രസിഡന്റ് KC സുകേഷ് അധ്യക്ഷനായി. കൂത്തുപറമ്പ് നഗരസഭാ ചെയർമാൻ V ഷിജിത്ത് മുഖ്യാതിഥിയായി. കൗൺസിലർമാരായ N ധനഞ്ജയൻ, P ആതിര, മദർ PTA പ്രസിഡന്റ് K ഷിബിന എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക സുബിന രാജൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി CK നിവിത ദാസ് നന്ദിയും പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. കോൺടാക്ട് 0490233707 9895485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Welcome to Modern Clay Preschool, Pandakal, Mahi. Usha ma'am, the founder and principal of Ideal School, with an experience of more than 40 years, is all set to welcome the little ones into the world of knowledge, where little dreams take shape and young minds shine bright.
The school is child-centric and activity-based and designed to foster creativity, curiosity and confidence. The center offers tailored program for early childhood development, which includes playgroup, nursery, kindergarten and daycare. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിസിംഗ് റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെ പയ്യന്നൂർ പെരിങ്ങോത്ത് വെച്ച് കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ മുസ്ലിം യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷജീർ ഇക്ബാലിന് നേരെ CPM അക്രമം നടന്നെന്ന് ആരോപണം. അക്രമത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് തലശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യൂത്ത് ലീഗ് തലശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് തഫ്ലീം മാണിയാട്ട്, മണ്ഡലം പ്രസിഡന്റ് ജംഷീർ മഹമ്മൂദ്, ജനറൽ സെക്രട്ടറി അഫ്സൽ മട്ടാമ്പ്രം, റമീസ് നരസിംഹ, യു അഫ്നീദ്, ദിൽഷാദ്, നിസ്താസ്, ഫഹദ്, സാഹിദ്, ഷഹബാസ്, ഷഹസീം, റുവൈസ്, മുനീർ എന്നിവർ നേതൃത്വം നൽകി. പാനൂർ PRM HSS SPC യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു. സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS ഉദ്ഘാടനം നിർവഹിച്ചു. പാനൂർ PRM HSSൽ SPC യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു. സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS ഉദ്ഘാടനം നിർവഹിച്ചു. ടീച്ചറോട് ചോദിച്ചാൽ ടീച്ചർ പറയുന്നത് നല്ല രീതിയിൽ പരീക്ഷയിൽ പഠിച്ച് മാർക്ക് നേടുന്ന കുട്ടിയായിരിക്കും നമ്മൾ നല്ല വിദ്യാർത്ഥി എന്ന് പറയും. പക്ഷെ നമ്മൾ വിദ്യാർത്ഥികളുടെ ഒരു പൊതുവായിട്ടുള്ള സ്വഭാവം എടുത്തു നോക്കുമ്പോൾ ആരായിരിക്കണം ഒരു നല്ല വിദ്യാർത്ഥി എന്ന് ചോദിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നത് നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളായി തീരണം എന്നുള്ളിടത്താണ് നമ്മൾ എത്തി നൽകുക. നിരന്തരമായിട്ട് നമ്മളോ അറിയാത്ത ഒരു കാര്യം അറിയുന്നിടം വരെ അതിന്റെ പുറകെ ചെന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മൾ അതിന്റെ ആദ്യത്തെ പടി നമ്മൾ കയറുകയാണ്. നമ്മളുടെ കൂടെയുള്ള നമ്മളുടെ കൂട്ടുകാരന്റെ വിഷമങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൂടുതൽ കാര്യങ്ങൾ പറയുക എന്നുള്ളതിലുപരിയായി നല്ല കേൾവിക്കാരനായി കിടാൻ വേണ്ടി നമുക്ക് കഴിയുന്ന സമയത്ത് നമ്മൾ നല്ല സഹപാഠി, നല്ല വിദ്യാർത്ഥിയുമായി തീരുകയാണ്. നമ്മളുടെ കൂടെയുള്ള ആൾക്കാരെ ചേർത്ത് പിടിക്കാനുള്ള പാഠം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ നല്ല വിദ്യാർത്ഥികളായി തീരുകയാണ്. അപ്പൊ അത്തരത്തിൽ എങ്ങനെയാണ് നല്ലൊരു മനുഷ്യനായി തീരുക എന്നുള്ളതിലൊക്കെ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഉദ്യമം നിങ്ങളെ സഹായിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾക്ക് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഇടങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. നമ്മൾ യെസ് എന്ന് പറയുന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ട വാക്കായി നമ്മൾ പറയുമ്പോൾ നോ എന്ന് പറയുന്ന വാക്കും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പഠിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്.
PTA പ്രസിഡന്റ് CK ശ്രീജേഷ് അധ്യക്ഷനായി. ASP AP ചന്ദ്രൻ SPC പതാക കൈമാറി. ടീച്ചർ പതാക SPCയുടെ കാഡറ്റിന് കൈമാറുകയാണ്. പാനൂർ IPSHO MB ഷീജു പതാക ഉയർത്തി. K രാജേഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജീവിതം മെച്ചപ്പെടുത്താനും ജാതി മത ഭാഷ ദേശഭേദമന്യേ ഞാൻ എപ്പോഴും തയ്യാറായിരിക്കും. എല്ലാ ലക്ഷ്യങ്ങളിലും വിജയം കൈവരിക്കാൻ ഞാൻ കഠിനമായി പരിശ്രമിക്കും. SPC വിവിധ പ്രൊജക്ടുകളുടെ ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ കൂടത്തിൽ നൌഷദ് ടീച്ചർ നിർവഹിച്ചു. ഋത്വിക് സുമേ, വിജയ്, ഋത്വിക് സുമേഷ്. തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ P ശകുന്തള, AEO ബൈജു കേളോത്ത്, നഗരസഭാ കൌൺസിലർ ഷമീന സുബൈർ, മാനേജ്മെന്റ് പ്രതിനിധി PK പ്രവീൺ, പ്രിൻസിപ്പൽ CM ബിഷ, ഹെൽത്ത് ഇൻസ്പെക്ടർ സജിത്, അഗ്നിരക്ഷാ നിലയം ഓഫീസർ ദിലീഷ്, KKVM PHSS പ്രിൻസിപ്പൽ അൽഫോൻസ, പ്രധാനാധ്യാപിക KM റിഹ, മദർ PTA പ്രസിഡന്റ് ഉമ്മുകുൽസു, സ്റ്റാഫ് സെക്രട്ടറി E മിനീഷ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക നളിനി മാവില സ്വാഗതവും CPO AP സിന്ദഗി നന്ദിയും പറഞ്ഞു. തലശ്ശേരി ആശ്രയ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ റീജിയണൽ ഓഫീസ് AVK നായർ റോഡിലെ ടെലി ഷോപ്പിംഗ് സെന്ററിൽ ആരംഭിച്ചു. നഗരസഭാ കൌൺസിലർ നൂറ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി നഗരസഭാ കൌൺസിലർ നൂറ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ആശ്രയ ചെയർമാൻ VK സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് എക്സലൻസ് അവാർഡ് സോഷ്യൽ സർവീസിനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയ ഷൈനി അബ്രഹാമിനെ ചടങ്ങിൽ ആദരിച്ചു. നിരവധി നിർധനരായ രോഗികൾക്കുള്ള ചികിത്സാ സഹായ വിതരണവും നടത്തി. N ഹരിദാസ്, പാറാൽ ബാബു, ജയൻ പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. ആശ്രയയുടെ പ്രവർത്തകരായ സുധീർ, രാജീവൻ, നൌഫൽ, തോമസ് കുട്ടി, TP പ്രദീപൻ, A ബിജു എന്നിവർ നേതൃത്വം നൽകി. ആശ്രയ ഫൗണ്ടർ വിമൽ T വിൽസൺ സ്വാഗതവും V സാജൻ നന്ദിയും പറഞ്ഞു. ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്താഭിമുഖ്യത്തിൽ ഹെൽത്തി കേരള ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 28 ശനിയാഴ്ച കൂത്തുപറമ്പ് സ്റ്റേഡിയം പവലിയനിൽ ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് എന്ന ഈ ക്യാമ്പയിന്റെ മണ്ഡലതല ഉദ്ഘാടനം KP മോഹൻ MLA നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹെൽത്തി കേരള ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട്. ഫെബ്രുവരി 28 ശനിയാഴ്ച കൂത്തുപറമ്പ് സ്റ്റേഡിയം പവലിയനിൽ ആരോഗ്യമാനന്ദം വെൽത്ത് ഫോർ വെൽനസ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി വകുപ്പ് MLA KP മോഹൻ ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട്. ഈ ഒരു പരിപാടി അധ്യക്ഷം വഹിക്കുന്നത് കൂത്തുപറമ്പ് മുനിസിപ്പൽ ചെയർമാനാണ്. പരിപാടിയുടെ ഭാഗമായി മെഗാ യോഗ പ്രദർശനം, യോഗ ഡാൻസ്, ഫുഡ് എക്സ്പോ, ജീവിതശൈലി രോഗനിർണയം എന്നിങ്ങനെ വിവിധ പരിപാടികൾ ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് ആയുർവേദവും ഹോമിയോപ്പതിയും സംയുക്തമായി അറേഞ്ച് ചെയ്യുന്നതാണ്. ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്താഭിമുഖ്യത്തിൽ ഹെൽത്തി കേരള ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 28 ശനിയാഴ്ച കൂത്തുപറമ്പ് സ്റ്റേഡിയം പവലിയനിൽ ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് എന്ന ഈ ക്യാമ്പയിന്റെ മണ്ഡലതല ഉദ്ഘാടനം KP മോഹനൻ MLA നിർവഹിക്കും. കൂത്തുപറമ്പ് നഗരസഭാ ചെയർമാൻ V ഷിജിത് അധ്യക്ഷനാവും. പരിപാടിയുടെ ഭാഗമായി മെഗാ യോഗ പ്രദർശനം, യോഗ ഡാൻസ്, ഫുഡ് എക്സ്പോ, ജീവിതശൈലി രോഗനിർണയം, ആയുർവേദ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് എന്നിവ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ജനുവരി 1 തൊട്ട് തുടങ്ങിയ ഒരു ക്യാമ്പയിനിങ് പരിപാടിയാണ്. കേരളം മുഴുവൻ വിപുലമായി എല്ലാ ജില്ലകളിലും ഈ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കേരള ജനത അവരുടെ ജീവിതശൈലി, ആ ജീവിതശൈലിയെ ഏറ്റവും നല്ലതാക്കി മാറ്റുക, ആ രീതിയിൽ ആ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പ്രമേഹം, രക്തസമ്മർദ്ദം മുതലായ അസുഖങ്ങളിൽ നിന്നും ജനതയെ എങ്ങനെ മുക്തമാക്കാം എന്ന രീതിയിലുള്ള വിപുലമായ ക്യാമ്പയിനിങ് ആണ്. അതായത് ശരിയായ ആഹാരം, മതിയായ ഉറക്കം, കൃത്യമായ വ്യായാമം,
അതുപോലെ കൃത്യമായ ആരോഗ്യ പരിപാലനം, ഇങ്ങനെയുള്ള 4 കാര്യങ്ങൾ ഊന്നിക്കൊണ്ട്, അതാണ് ഈ വൈറ്റ് ഫോർ വെൽനസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈറ്റ് ഫോർ വെൽനസ്. അപ്പോൾ ഈ ഒരു 4 വൈബ്, ആ 4 വൈബ് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വിപുലമായ ഈ പരിപാടി ഫെബ്രുവരി 26 കൂടി സമാപിക്കുന്ന രീതിയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് അവസാനമായിട്ട് കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലും കൂടി നടക്കുന്നത്. അപ്പോൾ വിപുലമായ പരിപാടികളാണ് ഉദ്ദേശിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ എ ശ്രീബ, ഡോക്ടർ PM ധന്യ, ഡോക്ടർ സിതാര ധർമ്മരാജ് എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ നാടക പ്രവർത്തകരുടെ ശക്തമായ സംഘടനയായ നാടകിന്റെ തലശ്ശേരി മേഖലാ സമ്മേളനം ഫെബ്രുവരി 28 കൂത്തുപറമ്പിൽ നടക്കും. മാറോളിഘട്ടിൽ നടക്കുന്ന പൊതുസമ്മേളനം കൂത്തുപറമ്പ് നഗരസഭാ അധ്യക്ഷൻ വി ഷിജിത്ത് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാടക പ്രവർത്തകരുടെ സംഘടനയായ നാടകിന്റെ തലശ്ശേരി മേഖലാ സമ്മേളനം ഫെബ്രുവരി 28 കൂത്തുപറമ്പിൽ നടക്കും. പ്രതിനിധി സമ്മേളനം അന്തരിച്ച പ്രമുഖ നാടക പ്രവർത്തകൻ വിജേഷ് കോഴിക്കോടിന്റെ സ്മരണാർത്ഥം ഒരുക്കുന്ന വിജേഷ് നഗർ സീനിയർ സിറ്റിസൺ ഫോറം ഹാളിലും പൊതുസമ്മേളനം അന്തരിച്ച ചിത്രകാരൻ പവിത്രൻ കൂത്തുപറമ്പ് നഗർ മാറോളിഘട്ടിലും നടത്തും. പ്രതിനിധി സമ്മേളനം നാടക് സംസ്ഥാന കമ്മിറ്റി നിർവാഹക സമിതി അംഗം കോട്ടക്കൽ മുരളി ഉദ്ഘാടനം ചെയ്യും. മാറോളിഘട്ടിൽ നടക്കുന്ന പൊതുസമ്മേളനം കൂത്തുപറമ്പ് നഗരസഭാ അധ്യക്ഷൻ വി ഷിജിത്ത് ഉദ്ഘാടനം ചെയ്യും. നാടക് ജില്ലാ പ്രസിഡന്റ് TT വേണുഗോപാലൻ, സെക്രട്ടറി പ്രകാശൻ ചെങ്ങൽ, P. കുമാരൻ, കലാമണ്ഡലം മഹേന്ദ്രൻ, സീതാനാഥ് തുടങ്ങിയവർ പൊതുസമ്മേളനത്തിൽ സംസാരിക്കും. 2026 ഫെബ്രുവരി 28 കൂത്തുപറമ്പിൽ വെച്ച് നടക്കുന്നത് നാടക് നെറ്റ്വർക്ക് ഓഫ് ആർട്ടിസ്റ്റിക് തിയേറ്റർ ആക്ടിവിസ്റ്റ് കേരള, അതായത് മുഴുവൻ പേര്. നിരവധി വർഷങ്ങളായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നാടക പ്രവർത്തകരുടെ ശക്തമായ ഒരു സംഘടനയാണ് നാടക്. അതിലേറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള ഒരു മേഖല തലശ്ശേരി മേഖലയാണ്. കണ്ണൂർ ജില്ലയിലെ 5 മേഖലകളാക്കി തിരിച്ചിട്ടാണുള്ളത്. പയ്യന്നൂര്, തളിപ്പറമ്പ്, കണ്ണൂര്, കൂത്തുപറമ്പ്, മട്ടന്നൂര്. കൂത്തുപറമ്പ് വെച്ചിട്ടാണ് കൂടുതൽ പ്രവർത്തനങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് നാടകത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇപ്രാവശ്യത്തെ സമ്മേളനവും കൂത്തുപറമ്പിലാണ് നടക്കുന്നത്. 28-ാം തീയതി ശനിയാഴ്ച 28-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രതിനിധി സമ്മേളനം കൂത്തുപറമ്പ് സീനിയർ സിറ്റിസൺ ഫോറം ഓഫീസിൽ വെച്ച് നടക്കാൻ, ഹാളിൽ വെച്ച് നടക്കുകയാണ്. വൈകുന്നേരം 4:30 മാറോളിഘട്ടിൽ വെച്ച് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കൂത്തുപറമ്പിലെ നഗരസഭാ അധ്യക്ഷൻ ശ്രീ വി ഷിജിത്താണ്. അന്ന് അതേ പൊതുസമ്മേളനത്തിൽ വെച്ച് നമ്മുടെ നാടകിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, നിർവാഹക സമിതി അംഗം ശ്രീ കോട്ടക്കൽ മുരളി പങ്കെടുക്കുന്നു എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രത്യേകത. നാടകിന്റെ പ്രാരംഭഘട്ടം മുതലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മലയാള കലാനിലയം, ശ്യാമ തിരുവങ്ങാട് എന്നീ സമിതികളെ ആദരിക്കും. മുതിർന്ന നാടക പ്രവർത്തകരായ KG കോട്ടയം പൊയിൽ, C. ദാമോദരൻ, സത്യൻ കുനിയിൽ, യദു പുന്നൽ, CV രാജൻ, ലക്ഷ്മണൻ മാസ്റ്റർ, CH പ്രഭാകരൻ മാസ്റ്റർ, ഹരീന്ദ്രൻ മാസ്റ്റർ, കൊളവട്ടം കുഞ്ഞിക്കണ്ണൻ, സുകുമാരൻ കൂത്തുപറമ്പ്, SK വിജയൻ, ഡോക്ടർ ഭാഗ്യനാഥ്, BB പത്മനാഭൻ, ഡോക്ടർ കുമാരൻ വയലേരി, P. ജയരാജൻ, പ്രീത പിണറായി, രേഷ്മ അനിൽകുമാർ എന്നിവരെ ആദരിക്കും. നാടക ഗാനങ്ങളുടെ ആലാപനവും നടക്കും. രാത്രി 7:30 തിയേറ്റർ ബാബുൾ അവതരിപ്പിക്കുന്ന മഹേന്ദ്രം നാടകവും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ബാലകൃഷ്ണൻ കതിരൂർ, നാടക് മേഖലാ സെക്രട്ടറി വിനോദ് നരോത്ത്, ജില്ലാ പ്രസിഡന്റ് TT വേണുഗോപാലൻ, സംസ്ഥാന കമ്മിറ്റി അംഗം TT മോഹനൻ, മേഖലാ ജോയിന്റ് സെക്രട്ടറി N. ധനഞ്ജയൻ എന്നിവർ പങ്കെടുത്തു. കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് കോടതി കോമ്പൗണ്ടിൽ സ്ഥാപിച്ച ലോ മാസ്റ്റ് ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം KP മോഹൻ MLA നിർവഹിച്ചു. MLAയുടെ പ്രത്യേക വികസന നിധി ഉപയോഗിച്ചാണ് ലൈറ്റ് സ്ഥാപിച്ചത്. കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് കോടതി കോമ്പൗണ്ടിൽ സ്ഥാപിച്ച ലോ മാസ്റ്റ് ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം KP മോഹനൻ MLA നിർവഹിച്ചു. ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ആദ്യം ഹൈമാക്സ് ആയിരുന്നു, അത് മാറി ഇപ്പോൾ സർക്കാർ തന്നെ മുൻകൈ പറഞ്ഞു അത്ര ഉയരത്തിലുള്ളത് വേണ്ട, അത് റിപ്പയർ ചെയ്യാനൊക്കെ വിഷമമാണെന്നുള്ളതുകൊണ്ടാണ് ലോമാസ് ആയത്. അപ്പോൾ ലോമാസ് ലൈറ്റിൻ്റെ ഉദ്ഘാടനങ്ങൾ 22ഓളം ഈ 2-3 ദിവസം കൊണ്ട് നടക്കുന്ന 28-ാം തീയതി വൈകുന്നേരം തീരുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണം ഒന്ന്, നല്ല വെളിച്ചവും അതോടൊപ്പം പരന്നു കിടക്കുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും വേണം എന്നതാണ് ആഗ്രഹം. കുറേയൊക്കെ തന്നെ നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്.
അതോടൊപ്പം തന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഇവിടുത്തെ കോടതി കെട്ടിടത്തെക്കുറിച്ച് വന്നപ്പോൾ തന്നെ ചോദിച്ചു, എല്ലാവരും ചോദിച്ചു. കോടതി കെട്ടിടത്തിൻ്റെ ഇന്നലെയും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി എന്നിട്ട് കിഫ്ബിയിൽ പോയി ഇതൊക്കെ തന്നെ ചോദിച്ചു. കിഫ്ബിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, പിന്നീട് നമ്മുടെ ഇതിൻ്റെ സെക്ഷനിൽ പോയി അവിടെ ചോദിച്ചു. ഇപ്പോഴാണ് പറഞ്ഞത് 3 കോടി രൂപ. ഇപ്പോൾ കുറേ മുമ്പേ അനുവദിച്ചതായതുകൊണ്ട് അന്നത്തെ എസ്റ്റിമേറ്റ് അല്ല ഇപ്പോൾ 3 കോടിയുടെ എസ്റ്റിമേറ്റ് കൂടുതലായിക്കൊണ്ട് അതിൻ്റെ ഫണ്ട് ഫൈനാൻസ് മിനിസ്റ്റർ അനുവദിച്ചു. ഇനി അതിൻ്റെ നടപടിക്രമം എസ്റ്റിമേറ്റുമായിട്ട് വന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ എളുപ്പത്തിലാകുന്ന രൂപത്തിലേക്കായിരിക്കുകയാണ്. MLAയുടെ പ്രത്യേക വികസന നിധി ഉപയോഗിച്ചാണ് ലൈറ്റ് സ്ഥാപിച്ചത്. കൂത്തുപറമ്പ് നഗരസഭാ ചെയർമാൻ വി ഷിജിത്ത് അധ്യക്ഷത വഹിച്ചു. മജിസ്ട്രേറ്റ് KU പ്രദീപ്, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പത്മജ പത്മനാഭൻ, സെക്രട്ടറി ബെന്നി കോച്ചേരി എന്നിവർ സംസാരിച്ചു. മുൻ കൂത്തുപറമ്പ് നഗരസഭാ ചെയർമാൻ K ധനഞ്ജയൻ, അഭിഭാഷകർ, കോടതി ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരിടവേള കൂടി. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോസാൻഡും ജിയോമിക്സ് കോൺക്രീറ്റും. ജിയോസാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് പക്ഷേ ജിയോസാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൂത്തുപറമ്പ് മുനിസിപ്പൽ ബ്ലോക്ക് 34ാം വാർഷിക സമ്മേളനം സീനിയർ സിറ്റിസൺ ഹാളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ വി ഷിജിത്ത് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൂത്തുപറമ്പ് മുനിസിപ്പൽ ബ്ലോക്ക് 34ാം വാർഷിക സമ്മേളനം സീനിയർ സിറ്റിസൺ ഹാളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ വി ഷിജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ സംഘടനയുടെ ഇടപെടൽ ചരിത്രത്തിൽ അടയാളം കൊണ്ടുപോകുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ദീർഘദർശിയായ നേതൃത്വം, ഇതിന്റെ ഭാഗമായിട്ടുള്ള ഇടപെടൽ, ഇതൊക്കെയാണോ ഇന്ന് കാണുന്ന നിലയിൽ? നേരത്തെ ഇവിടെ പറഞ്ഞത് 3 ലക്ഷത്തിലധികം ആളുകളുണ്ട് ഈ സംഘടനയിൽ അംഗങ്ങളായി എന്നുള്ളതാണ്. 3 ലക്ഷത്തിലധികം ആളുകൾ ഉള്ള ഒരു സംഘടന, അതിവിപുലമായ ഒരു സംഘടന, ഇത്രയധികം ആളുകൾ അംഗങ്ങളായ ഒരു സംഘടന, അത് ഈ കാലമത്രയും 3 പതിറ്റാണ്ട് പിന്നിട്ട് ഏതാണ്ട് 3.5 പതിറ്റാണ്ടിലേക്ക് കിടക്കുകയാണ്. ഈ പതിറ്റാണ്ട് പിന്നിടുന്ന ഈ ഘട്ടത്തിൽ പെൻഷനേഴ്സ് വിഭാഗത്തിൻ്റെ
അവകാശ സംരക്ഷണ പോരാട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഇടപെടലാണ് കാലം ഇത്രയും വഹിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. പ്രസിഡന്റ് സി ചന്ദ്രൻ അധ്യക്ഷനായി. പി ജാനകി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി ചന്ദ്രൻ, വി രാഘവൻ, പി വി ബാലകൃഷ്ണൻ, കെ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC ഓഫീസർ TP റാവിദിന് സെക്കൻഡ് ഓഫീസറായി പ്രൊമോഷൻ ലഭിച്ചു. 6 കേരള ബറ്റാലിയൻ NCCയുടെ കമാൻഡിംഗ് ഓഫീസർ കേണൽ വികാസ് ജെയിൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കേണൽ സഞ്ജയ് പിള്ള എന്നിവർ ചേർന്നാണ് റാങ്ക് നൽകിയത്. രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC ഓഫീസറായ TP റാവിദിന് സെക്കൻഡ് ഓഫീസറായി പ്രൊമോഷൻ ലഭിച്ചു. 6 കേരള ബറ്റാലിയൻ NCCയുടെ കമാൻഡിംഗ് ഓഫീസർ കേണൽ വികാസ് ജെയിൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കേണൽ സഞ്ജയ് പിള്ള എന്നിവർ ചേർന്നാണ് റാങ്ക് നൽകിയത്. NCC क्लास शुरू कर. ഡയറക്ട് കമ്മീഷൻ വഴി NCC ഓഫീസറായതിനു ശേഷം ഇന്ത്യൻ ആർമിയുടെ നാഗ്പൂരിലുള്ള ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും പരിശീലനം പൂർത്തീകരിച്ചു. ഗുജറാത്തിൽ നടന്ന ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് നാഷണൽ ക്യാമ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിട്ടുണ്ട്. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലെ NCC യൂണിറ്റ് മീത്തലപ്പീടികയിലെ സ്നേഹക്കൂട് വൃദ്ധസദനത്തിൽ സന്ദർശനം നടത്തി. തലശ്ശേരിയിലെ 6 കേരള ബറ്റാലിയൻ NCCയിലെ PI സ്റ്റാഫുകളായ PI സ്റ്റാഫ് ചേതൻ, PI സ്റ്റാഫ് സുനിൽകുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. സാമൂഹിക സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലെ NCC യൂണിറ്റ് മീത്തലപ്പീടികയിലെ സ്നേഹക്കൂട് വൃദ്ധസദനത്തിൽ വൃദ്ധസദന സന്ദർശനം നടത്തി. തലശ്ശേരിയിലെ 6 കേരള ബറ്റാലിയൻ NCCയിലെ PI സ്റ്റാഫുകളായ PI സ്റ്റാഫ് ചേതൻ, PI സ്റ്റാഫ് സുനിൽകുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കേഡറ്റുകളുടെ കലാപരിപാടികളും നടന്നു. ഗ്രൂപ്പ് ഡാൻസ്, ഗ്രൂപ്പ് സോങ്, സോളോ സോങ് തുടങ്ങിയ വിവിധ കലാപരിപാടികളാണ് അവതരിപ്പിച്ചത്. വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്ക് ടൂത്ത് പേസ്റ്റ്, സോപ്പ്, പഴങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ദൈനംദിന അവശ്യവസ്തുക്കളും നൽകി. കിഴക്കേ ചമ്പാട് അരിയാക്കൂൽ ഇല്ലോൾ ശ്രീ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ 2ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഭക്തജന തിരക്കേറുന്നു. യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ മൊളേരി രഞ്ജിത്ത് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് യജ്ഞം നടക്കുന്നത്. ക്ഷേത്രം മേൽശാന്തി P ദാമോദരൻ നമ്പൂതിരി ദീപം തെളിയിച്ചതോടെയാണ് യജ്ഞത്തിന് തുടക്കമായത്. മാനേജിംഗ് ട്രസ്റ്റി പ്രകാശ് ബാബു അധ്യക്ഷനായി. ചെയർമാൻ ജയരാജൻ ഇല്ലോൾ, IK സുധീഷ്, പന്നിന്നൂർ രാമചന്ദ്രൻ, പയറ്റാട്ടിൽ രാജൻ, അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ, VP അനിലൻ, ശ്രീനിവാസൻ ഇല്ലോൾ തുടങ്ങിയവർ സംസാരിച്ചു. 5ാം ദിവസം പൂതനാമോക്ഷം, ബാലലീല, കാളിയമർദ്ദനം, ഗോവിന്ദാഭിഷേകം, രാസക്രീഡ, കംസവധം, രുക്മിണി സ്വയംവരം, 6ാം ദിവസം ഭഗവാന്റെ വിവാഹങ്ങൾ, രാജസൂയം, കുചേലോപാഖ്യാനം, സന്താനഗോപാലം, ഹംസാവതാരം, 7ാം ദിവസം ഭിക്ഷുഗീത, ഉറ്റവരുടെ ബദരിയാത്ര, സ്വർഗാരോഹണം, കൽക്കി അവതാരം, മാർക്കണ്ഡേയ ചരിതം, ഭാഗവത സമർപ്പണം എന്നിവ നടക്കും. വ്യാഴാഴ്ച സാന്ദ്രലയം മട്ടന്നൂർ അവതരിപ്പിച്ച ഭക്തിഗാനസുധ അരങ്ങേറി. ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. മാർച്ച് 1 ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്ര സന്നിധിയിൽ മെഗാ തിരുവാതിര, നൃത്തനൃത്യങ്ങൾ എന്നിവ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കരിങ്കൊടി കാണിച്ചു എന്നത് യാഥാർത്ഥ്യമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. ആരോഗ്യമന്ത്രിക്ക് KC പ്രവർത്തകരിൽ നിന്ന് കയ്യേറ്റം ഉണ്ടായിട്ടില്ലെന്നും സണ്ണി ജോസഫ്.
ആരോഗ്യമന്ത്രി വീണ ജോർജിന് ചികിത്സ നൽകുന്നത് തുടരാൻ മെഡിക്കൽ ബോർഡ് തീരുമാനം. കഴുത്തിലേറ്റ ക്ഷതത്തിന്റെ ഭാഗമായി വലതു കൈയിലേക്കും തലയുടെ പിൻഭാഗത്തേക്കും പടരുന്ന വിധത്തിലുള്ള കടുത്ത വേദനയ്ക്ക് ഇപ്പോഴത്തെ ചികിത്സയിലൂടെ നേരിയ ആശ്വാസം ലഭിച്ചെന്നും മെഡിക്കൽ റിപ്പോർട്ട്. തലശ്ശേരി മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ സ്പീക്കറുടെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര മഹോത്സവത്തിന് ഫെബ്രുവരി 28-ന് തുടക്കമാകും. ഉത്സവം മാർച്ച് 7-ന് സമാപിക്കും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.